ശശി തരൂരാണ് ഇന്ന് താരം. 2 ദിവസം കൊണ്ട് ശശി തരൂരിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ ദൃശ്യപത്രമാധ്യമങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ശശി തരൂരിനെ ഇരുട്ടി വെളുത്തപ്പോഴേക്ക് രാജ്യത്തിലെ പ്രമുഖ നേതാക്കന്മാരിൽ ഒരാളാക്കി മാറ്റിയതിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പങ്ക് എത്ര സ്തുതിച്ചാലും അധികമാവില്ല. ഇപ്പോൾ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് വിദേശ രാജ്യത്തേക്ക് അയക്കുന്ന ഇന്ത്യൻ വിദഗ്ധ സംഘത്തിൻ്റെ തലവനായി ശശി തരൂരിനെ ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. അത് കോൺഗ്രസ് നിർദ്ദേശിച്ചില്ല ശശി തരൂരിനെ, പക്ഷേ ഗവൺമെൻറ് ശശി തരൂരിനെ ഉൾപ്പെടുത്തി. ഇതാണ് പ്രശ്നം. ഇപ്പോൾ ഈ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയ ദൗത്യ സംഘത്തിൽ ആരൊക്കെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം. അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയ വിദഗ്ധ സംഘത്തിൽ ഒന്ന് ഇ ടി മുഹമ്മദ് ബഷീറാണുള്ളത്. ദീർഘകാലം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഒരാളായിട്ടിരുന്ന ആളാണ് ഇ ടി മുഹമ്മദ് ബഷീർ. മറ്റൊന്ന് ജോൺ ബ്രിട്ടാസാണ്. CPM-ൻ്റെ MP-മാരിൽ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് ജോൺ ബ്രിട്ടാസ്. മൂന്നാമതൊരാൾ വി മുരളീധരനാണ്. വിദേശ സഹമന്ത്രിയായിരുന്ന BJP പ്രതിനിധിയാണ് വി മുരളീധരൻ. ഇവരൊക്കെ ഏതെങ്കിലുമൊക്കെ രംഗത്തിൽ കഴിവ് തെളിയിച്ച ആളുകളെയാണ് ഈ വിദഗ്ധ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗൾഫിലേക്ക് അയക്കുന്ന വിദഗ്ധ സംഘത്തിൽ അസസുദ്ദീൻ ഒവൈസി ഉണ്ട്. മോദി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കടുത്ത വിമർശകനാണ് ഒവൈസി. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനുമായി ഒരു സംഘർഷം വന്നപ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഒവൈസി പറഞ്ഞു, എൻ്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന്. ഈ ഒവൈസിയെ രാഹുൽ ഗാന്ധി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കോൺഗ്രസ് നിർദ്ദേശിച്ച ചില ആളുകൾ ഈ ദൗത്യ സംഘത്തിലുണ്ട്. അതിലൊരാൾ ആനന്ദ് ശർമ്മയാണ്. മറ്റൊന്ന് തയ്സ് നാസിർ ഹുസൈനാണ്. നാലാമത്തെ ആൾ അമരീന്ദർ സിംഗ് രാജ ബ്രാറാണ്. ഇവരുമായിട്ടാണ് ശശി തരൂരിനെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കേണ്ടത്. ഇവരൊക്കെ എവിടെ നിൽക്കുന്നു? ശശി തരൂർ എവിടെ നിൽക്കുന്നു? ആരാണ് ശശി തരൂർ? അദ്ദേഹം UN അണ്ടർ സെക്രട്ടറി ജനറലായിട്ടിരുന്ന ഒരാളാണ്. വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുമായിട്ട് വ്യക്തിപരമായി പരിചയമുള്ള ഒരാളാണ്. ഇന്ത്യയെ എങ്ങനെ ബ്രിട്ടൻ ചൂഷണം ചെയ്തുവെന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗങ്ങളോടെ നിശിതമായി അവരുടെ മുന്നിൽ വെച്ച് ആദ്യം നിശിതമായി വിമർശനം നടത്തിയ ആളാണ് ശശി തരൂർ. എങ്ങനെ ഇന്ത്യയെ ബ്രിട്ടൻ ചൂഷണം ചെയ്തു എന്നുള്ളത്. അതിനുശേഷം ബ്രിട്ടീഷ് പത്രപ്രവർത്തകരുടെയും ബ്രിട്ടീഷ് ബുദ്ധിജീവികൾക്കും ഒക്കെ ഇന്ത്യയോടുണ്ടായിരുന്ന മനോഭാവം തന്നെ വലിയ മാറ്റം ഉണ്ടായി. ഇവിടെ ശശി തരൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ശശി തരൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളാണ്, അത് ശരിയാണ്. പക്ഷേ ശശി തരൂരിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണേണ്ടത്, അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥകർത്താവാണ്. വളരെ സമർത്ഥനായ ഒരു പാർലമെൻറ്റേറിയനാണ്. അതോടൊപ്പം തന്നെ വളരെ ഹൃദ്യമായി പെരുമാറാൻ അറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവുമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ബ്രിട്ടനിൽ ചെന്നാൽ അദ്ദേഹം ബ്രിട്ടീഷ് ആക്സൻറ്റിൽ അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കും. അമേരിക്കയിൽ ചെന്നാൽ അമേരിക്കൻ ആക്സൻറ്റിൽ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ ഒരു ആക്സൻറ്റ് പ്രയോഗ രീതിക്ക് അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഉദാഹരണത്തിന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാൾ വന്ന് ഇവിടെ ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ആ ഇംഗ്ലീഷ് കാണാം. തമിഴൻ ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരു തമിഴ് ടച്ച് ആ ഇംഗ്ലീഷ് കാണാം. മലയാളി ഇംഗ്ലീഷ് പറയുമ്പോൾ മലയാളിയുടെ ഒരു ടച്ചുണ്ട്. ഇതിൻ്റെ ചെറിയ ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിൽ ഉപയോഗിക്കുന്ന മലയാളവും മധ്യ കേരളത്തിലെ തൃശ്ശൂരിൽ ഉപയോഗിക്കുന്ന മലയാള ഭാഷയും കാസർഗോഡ് ഉപയോഗിക്കുന്ന മലയാള ഭാഷയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ ഭാഷ ഇതിനകത്തൊരു കാര്യമാണ്. പാർലമെൻറ്റിൻ്റെ അകത്തളങ്ങളിൽ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നോ ഇല്ലയോ അതൊക്കെ മറ്റൊരു കാര്യമാണ്. പക്ഷേ ഒരു രാജ്യത്തേക്ക് ചെന്ന് സ്വന്തം മാതൃരാജ്യത്തിൻ്റെ നിലപാട് വിശദീകരിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഭാഷയാണ്. വളരെ മനോഹരമായി ഭാഷ ഉപയോഗിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. VK കൃഷ്ണമേനോൻ UN-ൽ നടത്തിയ പ്രസംഗം നമുക്കറിയാം. ഇന്ത്യയും ചൈനയുമായി സംഘർഷം നടന്ന ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിലപാട് ലോകത്തിന് വിശദീകരിച്ചു കൊടുത്തത് VK കൃഷ്ണമേനോൻ എന്ന രാഷ്ട്രീയ നേതാവാണ്. നമുക്ക് മറക്കാൻ പറ്റൂ. ജവഹർലാൽ നെഹ്റു ലോക നേതാക്കന്മാരിൽ ഒരാളായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷയും പെരുമാറ്റമൊക്കെ ആയിരുന്നു. അപ്പോൾ ഭാഷയ്ക്ക് ഇക്കാര്യത്തിൽ വലിയൊരു പങ്കുണ്ട്. വിദഗ്ധ സംഘത്തെ നയിക്കുന്ന സംഘത്തലവൻ വളരെ വ്യക്തമായി ആ രാജ്യത്തെ നേതാക്കന്മാർക്ക്, അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർക്ക്, അവിടുത്തെ സാംസ്കാരിക നായകന്മാർക്ക്, പാർലമെൻറ്റ് അംഗങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകാവുന്ന വിധത്തിൽ, അവരെ കൺവിൻസ് ചെയ്യാവുന്ന വിധത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. അതാണ് ശശി തരൂരിനെ ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കാരണം. അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, അതിലൊരു രാഷ്ട്രീയം കാണേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം മറന്നു പോകുന്നൊരു കാര്യമാണ്. 1994 പാകിസ്ഥാൻ നടന്ന മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് UN മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് ഒരു പ്രതിസംഘത്തെ അയച്ചു. അതിന് നേതൃത്വം കൊടുത്തത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു.
വളരെ മനോഹരമായി സുദീർഘമായ രീതിയിൽ അദ്ദേഹം തൻ്റെ ദൗത്യം സ്വീകരിച്ചു. ഇത്തരം ഒരു ദൗത്യ സംഘത്തെ, വിദേശത്തേക്ക് അയക്കുന്ന ഒരു ദൗത്യ സംഘത്തെ നയിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കാലിബർ രാഹുൽ ഗാന്ധിക്കുണ്ടോ? ആലോചിച്ച് നോക്കേണ്ട ഒരു വസ്തുതയാണ്. രാഹുൽ ഗാന്ധി എന്താ ചെയ്യുന്നത്? അമേരിക്കയിലും ബ്രിട്ടനിലും ചെന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ കുറ്റം പറയുക. നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അത് പക്ഷേ അത് ഈ രാജ്യത്തായിരിക്കണം. അയൽപക്കത്തെ വീട്ടിൽ പോയിരുന്ന സ്വന്തം വീടിനെ കുറ്റം പറയുന്ന ചില അധമന്മാരുടെ രീതിയിലല്ലേ രാഹുൽ ഗാന്ധി പെരുമാറുന്നത്? ഈ രാഹുൽ ഗാന്ധി ഒരു ദൗത്യ സംഘത്തിനെ നയിച്ചു കൊണ്ടുപോയാൽ എന്തായിരിക്കും ഒരു ദുര്യോഗം ഉണ്ടാകുന്നത്? ശശി തരൂരിന് പകരം രാഹുൽ ഗാന്ധിയായിരുന്നു ഈ ദൗത്യ സംഘത്തെ നയിച്ചു കൊണ്ടുപോയിരുന്നതെങ്കിൽ അമേരിക്കയും ബ്രിട്ടനിലും ഒക്കെ സാധാരണ ജനങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് മാറുമായിരുന്നു. അതാണ് സത്യം. അപ്പോൾ ഇവിടെ വളരെ ഇടുങ്ങിയ മനസ്സ്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വളരെ ഇടുങ്ങിയ മനസ്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ശശി തരൂരിനോട് കാണിക്കുന്ന ഒരു അസഹിഷ്ണുത നമ്മൾ പ്രത്യേകം നോക്കേണ്ടതാണ്. ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന സമർത്ഥനായ ഒരു പാർലമെൻറ്റേറിയനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്കറിയാം, അത് ചെയ്യും. പക്ഷേ ശശി തരൂരിൻ്റെ കാര്യത്തിൽ ഇതൊന്നും ചെയ്യാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. അതിന് പ്രധാനപ്പെട്ട രണ്ട് കാര്യമുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ അസൂയ. രണ്ട്, KC വേണുഗോപാലിൻ്റെ അസഹിഷ്ണുത. ഇവരുടെ രണ്ടുപേരുടെയും മനസ്സിനറിയാം അവരെക്കാളൊക്കെ വളരെ ഉയരത്തിലാണ് ശശി തരൂർ നിൽക്കുന്നത് എന്ന്. ബാലേക്കോട്ടിൽ ആക്രമണം നടന്നപ്പോൾ പൈൻ മരങ്ങൾ മാത്രമേ നഷ്ടപ്പെട്ടു പോയുള്ളൂ എന്ന് പറഞ്ഞ ഒരു രാഹുൽ ഗാന്ധിയെ നമുക്കറിയാം. ബീജിംഗ് ഒളിമ്പിക്സ് നടക്കുമ്പോൾ ചൈനയിൽ ചെന്ന് ഷീ ജിൻപിങ്ങിൻ്റെ കയ്യിൽ നിന്നും രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ സംഭാവന വാങ്ങിച്ച രാഹുൽ ഗാന്ധിയെയും നമുക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധിയുടെ ജീനിൽ ഇന്ത്യയെ ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഘടകങ്ങൾ വളരെ അപൂർവമാണ്. ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല, 50% ഒരു പക്ഷേ കാണുമായിരിക്കാം. അത്തരം ഒരാളിന് മാത്രമേ ഇത്തരം ഒരു അസഹിഷ്ണുത, ഇത്തരം ഒരു അസൂയയോടെ കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പഹൽഗാമിൽ നടത്തിയ അക്രമത്തിന് കൃത്യമായി നമ്മൾ തിരിച്ചടി കൊടുത്തു. ഇതുവരെ പാകിസ്ഥാൻ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത് അവർ ആണവശക്തിയാണ് എന്നുള്ളതാണ്. ആണവശക്തി നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി, ഏത് ശക്തിയായാലും ശരി ഇന്ത്യയെ കയറി ആക്രമിക്കാൻ വന്നാൽ നിർദാക്ഷിണ്യം തിരിച്ചടിക്കും എന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇച്ഛാശക്തിയുള്ള നരേന്ദ്രമോദി എന്നൊരു നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നതുകൊണ്ടാണ് ഇവിടെ പഹൽഗാമിൽ നടന്ന അക്രമത്തിന് നമുക്ക് ശക്തമായി തിരിച്ചടിക്ക് കൊടുക്കാൻ പറ്റിയത്. 10 വർഷം കോൺഗ്രസ് ഭരിച്ചില്ലേ, 2004 മുതൽ 2014 വരെ. ആ കാലഘട്ടത്തിലല്ലേ മുംബൈയിൽ താജ് ഹോട്ടൽ ആക്രമിക്കപ്പെട്ടത്? അത് പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസത്തിൻ്റെ ഭാഗമായിരുന്നില്ലേ? അതിർത്തി കടന്നു വന്ന് ഇന്ത്യൻ പട്ടാളക്കാർ 10 ഇന്ത്യൻ പട്ടാളക്കാരുടെ തലയറുത്തുകൊണ്ട് പോയത് ആ ഒരു കാലഘട്ടത്തിലല്ലേ? കാശ്മീരിൽ സ്ഥിരമായി നിന്ന് പൈസ വാങ്ങിച്ച്, ദിവസക്കൂലിക്ക് പൈസ വാങ്ങിച്ച് പട്ടാളക്കാരെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു കാലഘട്ടത്തിലല്ലേ? ഇന്ന് കാശ്മീരിൽ ശാന്തിയും സമാധാനവും ഉണ്ടായില്ലേ? പാകിസ്ഥാൻ ഇനിയും ഇന്ത്യയെ ആക്രമിക്കണമെങ്കിൽ അവരൊരു വട്ടം കൂടി ആലോചിക്കും. കാരണം ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്ന വസ്തുത അവർ തിരിച്ചറിയും. ഈ പഹൽഗാം അക്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നത് ചൈനയ്ക്കാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡോക്ലാമിലും അതുപോലെ തന്നെ പാങ്കോങ് താഴ്വരയിലും ഒക്കെ ചൈനയ്ക്ക് കിട്ടിയ തിരിച്ചടി അവരെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. അപ്പോൾ പാകിസ്ഥാനെ മുന്നേ നിർത്തി ഒരു യുദ്ധം നടത്താനാണ് ചൈന ശ്രമിച്ചത്. അതിവിടെ പരാജയപ്പെട്ടു. പാകിസ്ഥാൻ്റെ സംരക്ഷണത്തിന് ചൈന ഏർപ്പെടുത്തിയിരുന്ന പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടതോടുകൂടി ചൈനീസ് ആയുധങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിലുണ്ടായിരുന്ന വില കുത്തനെ തകർന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചുമതലയാണ്. ഇന്ത്യയുടെ സുരക്ഷിതമായി നിലനിർത്തേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചുമതലയാണ്. അല്ലാതെ ഗാലറിയിലിരുന്ന് കളി കാണുന്ന ലോകരാജ്യങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കി നമ്മുടെ രാജ്യത്ത് മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചാൽ, നമ്മുടെ രാജ്യത്തിൽ നിലപാടിൽ വെള്ളം ചേർക്കാൻ ശ്രമിച്ചാൽ നമ്മളെങ്ങും എത്തില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ നയിക്കുന്ന അസൂയ കൊണ്ട് മനസ്സ് നിറഞ്ഞ രാഹുൽ ഗാന്ധി എന്ന ഈ നേതാവിന് നിങ്ങളിൽ കഴിവുള്ള ഒരാളെയും രാഹുൽ ഗാന്ധിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ത്യയെ സ്നേഹിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവ് രാജ്യത്തിന് അപകടമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി എങ്ങും എത്താൻ പോകുന്നില്ല, ഒരു സ്ഥലത്തും എങ്ങും എത്താൻ പോകുന്നില്ല. പക്ഷേ കോൺഗ്രസ്സിന് അപകടമാണ്. കോൺഗ്രസ്സിന് വലിയ വില കൊടുക്കേണ്ടി വരും. ശശി തരൂരിനെ അംഗീകരിക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിക്ക് പിന്നെ ആരെയാണ് അംഗീകരിക്കാൻ കഴിയുന്നത്? അദ്ദേഹം അംഗീകരിക്കുന്ന ചില പാർലമെൻറ്റേറിയന്മാർ കേരളത്തിൽ നിന്ന് വന്നവർ കാണും, അവരുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും ഈ അസഹിഷ്ണുതയും ഈ അസൂയയും കോൺഗ്രസ്സിനെ എങ്ങും എത്തിക്കത്തില്ല എന്ന് കോൺഗ്രസ്സിലെ അണികൾ മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധി ഒഴിച്ചുള്ള കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കണം. നെഹ്റു കുടുംബത്തിൽ നിന്നും കോൺഗ്രസ്സിനെ മോചിപ്പിക്കാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ക്രിയാത്മകമായൊരു പങ്ക് വഹിക്കാൻ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം.